ഹലോ, വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു പയറുവലത്തി തയ്യാറാക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും പപ്പടമായിരുന്നു. അപ്പോൾ അതിനകത്ത് പയറുവലത്തി ഇത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാം. നമ്മളെല്ലാവരും പയർ കറി വയ്ക്കുകയൊക്കെ ചെയ്യല്ലോ, പക്ഷേ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഓവർനൈറ്റ് ഇത് വെള്ളത്തിലിടണം. നേരം വിളക്കുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് വീർത്ത് വരും. നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് നമ്മൾ കുക്കറിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കുന്നത്. കുക്കറിൽ ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് പയർ. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം കൂടി, ഒരുപാട് വെള്ളം ഊറ്റരുത്. പയറും വെള്ളം ഒപ്പം നിൽക്കാൻ പാകത്തിന് ഊറ്റിയാൽ മതി. ഒരുപാട് വെള്ളം ഊറ്റിയാൽ വെള്ളം ഒത്തിരി അധികമായി പോവും. പയർ കറിക്കൊക്കെയാണ് ഒരുപാട് വെള്ളം ഊറ്റണത്. പയർ ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഊറ്റാൻ പോകും. ഒരു ഫുൾ വിസിലടിച്ചിട്ട് കുറച്ചിട്ട് ഒന്നും കൂടി അടിച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല ശേലായിട്ട് വെള്ളം പറ്റി നന്നായിട്ട് വെന്ത് ഇങ്ങനെ വെള്ളം പറ്റി ഇങ്ങനെ വെന്ത് വന്നം. ഇനി നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കണം. പപ്പടം കാച്ചി എണ്ണയായിരുന്നു അതിനകത്ത് കിടന്നത്. അതിനകത്തേക്ക് തന്നെ ഞാൻ ഊറ്റി കൊടുത്തതാണ് വെളിച്ചെണ്ണ. കുറച്ച് ചുവന്നുള്ളി ചെറുതാക്കി നുറുക്കി അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് മുളകിടിച്ചത് ആഡ് ചെയ്യേണ്ടത്. മുളകിടിച്ചത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നത് മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് തേങ്ങ ഇടണ്ട, കുറച്ച് തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങ നന്നായിട്ട് മൂത്ത് വരണം. മുളകൊക്കെ തേങ്ങയിലേക്ക് പിടിച്ച് ആ തേങ്ങയുടെ പച്ചക്കട്ടൊക്കെ പോയി നന്നായിട്ട് വരണം. കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ചേക്കണേ പയറിട്ട് കൊടുക്കാനായിട്ട്. പയറിൽ വെള്ളം പറ്റാനുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി പറ്റിക്കണം. ആ പയറിലെ വെള്ളം ഊറ്റിക്കളയൊന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മൾ പയറിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ആ മസാല എല്ലാത്തും പാകത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ വലിഞ്ഞ് അതിനകത്തേക്ക് പിടിക്കും. നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നേക്കണതാണ്. ഇത് മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല പയറുവലത്തിന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.